ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നിതാ രാവിലെ കേട്ടോ, രാവിലെ നമ്മൾ ദോശയൊക്കെയാണ് ഇന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ദോശയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഒരു മസാല ദോശ ഉണ്ടാക്കി നോക്കിയാലോ. അങ്ങനെ നമ്മൾ പെട്ടെന്ന് തട്ടിക്കുട്ടി അല്ല, അടിപൊളിയായിട്ട് ഉണ്ടാക്കിയ ഒരു മസാല ദോശ കേട്ടോ. പുറത്ത് നല്ല മഴയാണ്. മഴക്ക് കട്ടൻ ചായയും മസാല ദോശയും ബെസ്റ്റ് വൈബാണ്. അപ്പം നമ്മൾ ഉണ്ടാക്കിയ മസാല ദോശ നമുക്കൊന്ന് കഴിച്ചു നോക്കാം. മസാല ഫില്ലിംഗ് ഒക്കെ സൂപ്പർ ആട്ടോ. അപ്പം ഇതെങ്ങനെ ഞാൻ റെഡി ആക്കി എടുത്തതെന്ന് കാണണ്ടേ? വളരെ സിമ്പിൾ ആണ്. അപ്പൊ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ. ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാനുള്ളത് ഗ്രീൻ പീസ് ആണ് കേട്ടോ. ഗ്രീൻ പീസ് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്, സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതായിരുന്നു. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. അതോടൊപ്പം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ആ ടൈം കൊണ്ട് നമുക്ക് നമ്മുടെ ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഈ ഒരു മസാലക്കൂട്ട് ഇനി നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പം ഞാൻ ആദ്യം ഈ പാനിലേക്ക് കുറച്ച് ഗീ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഗീ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ പരിപാടി സ്റ്റാർട്ടാക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് കുറച്ച് ഇട്ട് കൊടുത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ. അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് ഉഴുന്നും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. അപ്പം ഞാൻ എന്തായാലും ഇട്ട് കൊടുക്കുന്നുണ്ട്, എനിക്കിഷ്ടം കേട്ടോ. അപ്പോൾ ഇതാ കടുകും ഉഴുന്നൊക്കെ ഒന്ന് പൊട്ടി വരുന്നുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് ഒരു വറ്റൽമുളക് ഇങ്ങനെ പൊട്ടിച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെജിറ്റബിൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ഉള്ളി, 2 പൊട്ടാറ്റോക്ക് ഞാൻ ഒരു ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഉള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു പിടി ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു നുറുക്ക് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. കരിവേപ്പില, ഒരു 2 പച്ചമുളക് അതൊക്കെ ഇട്ട് കൊടുക്കാം. മല്ലിയില നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് നന്നായിട്ട് വാടി വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് നമുക്കിതാ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് പാകം നോക്കിയിട്ട് വേണമെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ മസാലപ്പൊടികളൊക്കെ ഒരു 5-6 സെക്കൻഡ് മാത്രം ഒന്ന് മിക്സ് ചെയ്ത് ആ പച്ചമണമൊക്കെ ഒന്ന് മാറ്റി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതൊന്ന് മുങ്ങി കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇനി നന്നായിട്ട് സോഫ്റ്റ് ആക്കി എടുക്കണം. ഇപ്പോൾ ഒരു 2-3 സെക്കൻഡ് ഈ വെള്ളത്തിൽ കിടന്നിട്ട് ഒന്ന് തിളക്കട്ടെ കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ പൊട്ടാറ്റോ മാഷ് ചെയ്തതും ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ചൊരു ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നമ്മളൊരു സാധനം മറന്നു പോയിട്ടുണ്ട്. ലാസ്റ്റ് മല്ലിയില ഇട്ട് കൊടുക്കണം കേട്ടോ. അതാണ് അതിൻ്റെ അതൊരു മൊഞ്ച്. ഓക്കെ, ഇനി നമ്മൾക്ക് ദോശ ചുട്ട് തുടങ്ങാം. അപ്പോൾ ദോശ പാൻ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഗീ ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഗീ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മുരിഞ്ഞ് വന്നപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു മസാല
മസാല ദോശൻ്റെ ഫില്ലിങ് ഇട്ട് കൊടുക്കുക. എന്നിട്ടിതാ ഇതിങ്ങോട്ട് മടക്കി നമുക്ക് എന്ത് ചെയ്യാം, ചൂടോടെ അങ്ങ് കഴിക്കാം. അത്ര തന്നെ. നാളെന്നിട്ട് എടുക്കുന്നുണ്ട്. ഇതാ അടിപൊളി നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ 2-3 ചുട്ടെടുക്കട്ടെ കേട്ടോ. നമ്മുടെ മസാല ദോശ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി സിമ്പിളായിട്ടുള്ള മസാല ദോശ ആണ്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.